പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. മരിച്ച വിശ്വാസികളുടെ ആത്മാക്കൾക്ക് തമ്പുരാന്റെ മനോഗുണത്താൽ മോക്ഷത്തിൽ ചേരുവാൻ ഇടയാകട്ടെ. നിത്യപിതാവേ, ഈശോ മിശിഹാ കർത്താവിന്റെ വിലതീരാത്ത തിരിച്ചോരയെക്കുറിച്ച് മരിച്ച വിശ്വാസികളുടെ മേൽ കരുണയുണ്ടായിരിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം ഉചിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഈശോ മിശിഹായുടെ സകല വാഗ്ദാനങ്ങൾക്കും ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ ദൈവമാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. കർത്താവേ, ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഈ മക്കളെയും ഇവരുടെ കുടുംബങ്ങളെയും ഇവരുടെ പ്രിയപ്പെട്ട മക്കളെയും പാരമ്പര്യത്തെയും തലമുറയെയും പൂർവികരെയും അനുഗ്രഹിക്കണമേ. ഈ നവംബർ മാസത്തിന്റെ ഉന്നതമായ അഭിഷേകത്താലും കൃപയാലും നിറച്ച് നിങ്ങളുടെ മക്കളെല്ലാവരും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിനായിട്ട് കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ നിത്യതയെ കുറിച്ചൊക്കെ ചിന്തിച്ചുകൊണ്ട്, ശുദ്ധിരാത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട്, മരിച്ചുപോയവർക്ക് വേണ്ടി പ്രത്യേകം ബലിയർപ്പിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവിന്റെ രക്ഷാകര രഹസ്യങ്ങളെ സ്വന്തമാക്കിയെടുക്കുന്ന ഈ നവംബർ മാസത്തില് നമ്മൾ നമ്മെക്കുറിച്ചും നമ്മുടെ ജീവിതത്തെക്കുറിച്ചും മനുഷ്യന്റെ ജീവിതത്തെക്കുറിച്ചുമൊക്കെ ആഴത്തിൽ മനസ്സിലാക്കിക്കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. നമ്മൾ ഇന്ന് ചിന്തിക്കുന്ന വിഷയം നമ്മുടെ മരണത്തെക്കുറിച്ചാണ്. മരണം പലർക്കും കേൾക്കാൻ ഇഷ്ടപ്പെടാത്ത ഒരു കാര്യമാണെങ്കിൽ കൂടിയും സത്യമായ ഒഴിവാക്കാനാകാത്ത യാഥാർത്ഥ്യമാണ് മരണം. നമുക്കെല്ലാവർക്കും ഉറപ്പുള്ളൊരു കാര്യം എന്താണ്? ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ മരിക്കും. നാളെ ജീവിക്കുമെന്ന് നമുക്ക് ഉറപ്പില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ മരിക്കും. അതുകൊണ്ട് തന്നെ ഈ മരണത്തെ കുറിച്ചൊക്കെ നമ്മൾ ശരിക്കും ചിന്തിക്കണം, ധ്യാനിക്കണം. അതിനനുസരിച്ച് നമ്മുടെ ജീവിതത്തെ നമ്മൾ ക്രമപ്പെടുത്തണം. ചില ആൾക്കാരൊക്കെ പോക്കണ്ടിഞ്ഞാൽ മരണമില്ലാത്ത പോലെയാണ്. എനിക്ക് മരണമില്ല, ബാക്കിയെല്ലാവർക്കും മരണമുണ്ട്, എനിക്ക് മരണമില്ല. മരണമുണ്ട്, നമ്മൾ മരിച്ചേ പറ്റൂ. ജനിച്ചിട്ടുണ്ടോ? മരിച്ചേ പറ്റും. അത് പ്രകൃതിയുടെ നിയമമാണ്, അത് ദൈവത്തിന്റെ നിയമമാണ്, അത് മനുഷ്യന്റെ അവസ്ഥയാണ്. അതിന് യാതൊരു മാറ്റവും. മരിച്ചാൽ അവന്റെ ജീവിതം എന്തായി തീരും, അത് നമ്മൾ ചിന്തിക്കണം. ഇനി മരണത്തെ കുറിച്ച് നമുക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ ചിന്തിക്കാം, വചനാധിഷ്ഠിതമാക്കിയിട്ട്. ഈശോ മരണത്തെ കുറിച്ച് പറയുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ നമുക്കറിയാം. ലാസർ മരിച്ച് 4-ാം ദിവസം ഈശോ ശിഷ്യന്മാരോട് പറയുന്ന ഒരു കാര്യമുണ്ടായി. യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വചനം ഈശോ പറയാണ്, നമ്മുടെ സ്നേഹിതനായ ലാസർ ഉറങ്ങുകയാണ്, അവനെ എഴുന്നേൽപ്പിക്കാൻ വേണ്ടി നമുക്ക് ബഥാനിയ വരെ പോകാം. അപ്പൊ കാര്യങ്ങളൊക്കെ സ്ത്രീകന്മാര് പറയുന്നുണ്ട്, അവർക്കറിയില്ല. അവസാനം വായിക്കുന്നുണ്ട്, അവന്റെ മരണത്തെ കുറിച്ചാണ് ഈശോ പറഞ്ഞത്. അതായത് മരണത്തെ കുറിച്ച് ഈശോ പറഞ്ഞതാണ് ഉറക്കം. അവൻ ഉറങ്ങാണ്. മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായത്തില് ആ ജായിറൂസിന്റെ കുഞ്ഞിനെ ഉയർപ്പിക്കുന്ന ഒരു വചനഭാഗമുണ്ട്. 5-ാം അധ്യായത്തിന്റെ 39-ാമത്തെ വചനം. ഈശോ എന്താ പറഞ്ഞേ? കൊച്ചുറങ്ങാണ്, അവൾ ഉറങ്ങാണ്. അവരെ കളിയാക്കി ഉറങ്ങാന്ന് പറഞ്ഞപ്പോ ഈശോ പറഞ്ഞു, നിങ്ങൾക്ക് പുറത്തുപോയി അന്ന് സംഭവിക്കും. ഈശോ പറഞ്ഞു, മോളെ തട്ടി എഴുന്നേൽക്കും, തലിത്താക്കും, ബാലികയെ എഴുന്നേൽക്കും. ഉറക്കത്തിൽ നിന്ന് കൈ പിടിച്ച് ആ കൊച്ചിനെ ഈശോ ജീവനിലേക്ക് കൊണ്ടുവന്നു. ഉറക്കത്തിൽ നിന്ന് കല്ലറയിന്ന് പുറത്തു. ലാസറുദേ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റു. എന്റെ പ്രിയപ്പെട്ട മക്കളെ, മരണം ഒരു ഉറക്കമാണ്. ദാനിയേലിന്റെ പുസ്തകത്തില് 12-ാം അധ്യായത്തില് യുഗാന്ത്യത്തെ കുറിച്ച് പറയുമ്പോ ഇങ്ങനെ പറയുന്നുണ്ട്. 2-3 വചനത്തിൽ പറയാ, ആ നാളുകളിൽ ഭൂമിയിലെ പൂഴിയിൽ ഉറങ്ങുന്ന അനേകർ ഉണരും.
പൂഴിയിൽ ഉറങ്ങുന്നവർ. വീണ്ടും ഈശോ യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ 28-ാം വചനം പറയുന്നുണ്ട്, ഇതിൽ നിങ്ങൾ വിസ്മയിക്കേണ്ട, എന്തെന്നാൽ കല്ലറകളിലുള്ളവരെല്ലാം അവന്റെ സ്വരം ശ്രവിക്കുന്ന സമയം വരുന്നു. അപ്പോൾ നന്മ ചെയ്തവർ ജീവന്റെ ഉയർപ്പിനായും തിന്മ ചെയ്തവർ ശിക്ഷാവിധി ഉയർപ്പിനായി പുറത്തു വരും. കല്ലറി കിടക്കുന്നവരൊക്കെ എഴുന്നേൽക്കും. അതുകൊണ്ടല്ലേ നമ്മള് ശവസംസ്കാര സമയത്തൊക്കെ നമ്മൾ കല്ലറയൊക്കെ അടച്ച് ഭദ്രമാക്കിയിട്ട് എഴുതി വെക്കില്ലേ, റെസ്റ്റ് ഇൻ പീസ്, RIP, റെസ്റ്റ്, ഉറക്കം, റെസ്റ്റ് ആണ് മരണം. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട മക്കളെ, ശരിക്കും പറഞ്ഞാൽ നമ്മളെല്ലാവരും മരിക്കാൻ ആഗ്രഹിക്കുന്നു. ഓർത്തേക്ക്, നമ്മൾ രാവിലെ നല്ല മഴ, നല്ല തണുപ്പ്, മുടിപ്പൊച്ച് കിടക്കണം. ആ സമയത്ത് ഒരു ബെല്ലടിക്കണം, രാവിലെ അടിക്കണം. നമ്മുടെ ആഗ്രഹം എന്താണ്? എഴുന്നേക്കാനാണോ ഉറങ്ങാനോ? കുറച്ചും കൂടി ഉറങ്ങണം, മതിയേ. ഈ ഉറങ്ങാനുള്ള ഒരു ആഗ്രഹം നമ്മിലൊക്കെ ഉണ്ട്. എന്ന് പറഞ്ഞാൽ വിശ്രമിക്കാനും ഉറങ്ങാനുമുള്ള ആഗ്രഹം, മരിക്കാനുള്ള ഒരു ആഗ്രഹം നമ്മിൽ എല്ലാവരിലും ഉണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, മരണം എന്ന് പറഞ്ഞാല് വളരെയേറെ ശാന്തമായ വിശ്രമമാണ്, അത് ഉറക്കമാണ്. അതുകൊണ്ട് മരിക്കാനൊന്നും ആരും പേടിക്കണം, മരിക്കാനൊന്നും പേടിക്കണം. പക്ഷെ ഒരു കാര്യമുണ്ട്, നല്ല മരണത്തിനെ കുറിച്ച് ഒന്നും കൂടി ഇത് ശരിക്കും ധ്യാനിക്കാൻ. ഈ ലോകത്തിൽ വെച്ച് നമുക്ക് ലഭിക്കാവുന്ന ഏറ്റവും വലിയ ഭാഗ്യമാണ് നല്ല മരണം. നല്ല മരണം അത് ലഭിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ലോകത്തിൽ നിന്ന് വലിയ അഭിഷേകത്തോടെ, കരുത്തോടെ, വലിയ അന്തസ്സോടെ, അഭിമാനത്തോടെ നമുക്ക് ഇവിടുന്ന് പോകാൻ പറ്റും. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തില് മരണത്തെ കുറിച്ചൊക്കെ നമ്മൾ നന്നായിട്ട് ധ്യാനിക്കണം. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, ഈ ലോക ജീവിതത്തില് ഞാനിങ്ങനെ പറയും, നമ്മള് കഷ്ടപ്പെട്ട് അധ്വാനിച്ച്, കഷ്ടപ്പാട് ദുരിതമാണല്ലോ, അങ്ങനെ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് മടുത്ത് ഒരു ദിവസത്തിന്റെ അവസാനം നമ്മളെങ്ങനെ കിടന്നുറങ്ങുക? ഇങ്ങനെ പറയില്ലേ, വാഴത്തട വെട്ടിയിട്ട പോലെ ക്ഷീണിച്ച് മടുത്ത് കിടന്നുറങ്ങണം. നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് പിള്ളേരൊന്ന് കിടക്കണതാണ്. അല്ലെങ്കിൽ അഷ്ടപ്പെട്ട് നമ്മളൊക്കെ ചിലപ്പോഴൊക്കെ ധ്യാനിപ്പിച്ച് മടുത്ത് യാത്ര ചെയ്ത് ക്ഷീണിച്ച് വന്ന് കിടക്കുമ്പോ ഒരു ബോധമില്ലാണ്ട് ബെഡോട് ബെഡായി ചേർന്ന് വാഴത്തട വെട്ടിയിട്ട പോലെ കിടന്നുറങ്ങും. ഇതുപോലെ നമ്മളെങ്ങനെ മരിക്കണേ? നല്ല വണ്ണം യുദ്ധം ചെയ്ത് ഓട്ടം പൂർത്തിയാക്കി വിശ്വാസം സംരക്ഷിച്ച് അങ്ങോട്ട് മരിക്കണം, ഉറങ്ങണം. എന്നിട്ട് ഓർക്കെന്നറിയോ? അവർക്കത്തി ശരിക്കും ധ്യാനിച്ചോടോ, ഊഴിയിൽ ബെഡോട് ബെഡായി ചേർന്ന പോലെ മണ്ണോട് മണ്ണായി ചേർന്ന്, സോ ഡീപ് സ്ലീപ്പ്, മണ്ണോട് മണ്ണായി ചേർന്ന്, മണ്ണിലൊന്നായി ചേർന്ന് ഇങ്ങനെ കിടന്നുറക്കാണ്. സൂപ്പർ ഉറക്കം, റെസ്റ്റ്. ഇതാ മരണം, ഇതാ മരണം. ഈ റെസ്റ്റ് കഴിഞ്ഞ് എഴുന്നേൽക്കും. പിന്നെ ചൈതന്യം നമുക്കറിയാലോ, ഉയർത്തെഴുന്നേൽക്കും. അത് ഇന്നല്ലെങ്കിൽ നാളെ. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, മരണത്തെ കുറിച്ച് ചിന്തിക്കുക. നമ്മൾ മരിക്കും. അതുകൊണ്ട് നമ്മൾ ഈ ലോകത്തിന് വേണ്ടി ജീവിക്കുന്നവരാകരുത്. നമ്മുടെ ശരീരം മരണത്തോടെ അവസാനിക്കുന്നൊന്നുമില്ല. ശരീരത്തിന്റെ ഉയർപ്പ്, അതിനെ കുറിച്ചൊക്കെ പിന്നീട് ധ്യാനിക്കാൻ പ്രിയപ്പെട്ട മക്കൾ. അതുകൊണ്ട് നമുക്കൊരു മരണമുണ്ട്. മരണം ഒരു അവസാനമല്ല, മരണം ഒരു ഉറക്കമാണ്, മരണം ഒരു വിശ്രമമാണ്. മരണത്തോടെ ഒന്നും അവസാനിക്കുന്നില്ല. അതുകൊണ്ട് നമ്മുടെ മരണത്തെ കുറിച്ചോ നമ്മുടെ പ്രിയപ്പെട്ടവരുടെ മരണത്തെ കുറിച്ചോ ആരും വിഷമിക്കണ്ട. പക്ഷെ വിഷമിക്കേണ്ട ചില കാര്യങ്ങൾ, നല്ല മരണം, അന്തസ്സോടെ ജീവിച്ച് മരിക്കണം, അത് വേറൊരു തലം. നമ്മള് ദിവസങ്ങളിൽ അതിനുവേണ്ടി, നല്ല മരണത്തിന് വേണ്ടി ഒരുങ്ങേണ്ടതിനെ കുറിച്ചൊക്കെ നമ്മൾ ധ്യാനിക്കാൻ. അതുകൊണ്ട് മരണം എന്നുള്ള സത്യത്തെ കുറിച്ച് ചിന്തിക്കുക, മരണം എന്താണെന്ന് മനസ്സിലാക്കുക, മരണത്തിന് ശേഷമുള്ള ജീവിതത്തെ കുറിച്ചൊക്കെ ചിന്തിക്കുക, പ്രത്യാശയുടെ കടന്നു പോകലിന്റെ വലിയൊരു തലത്തെ കുറിച്ചൊക്കെ ചിന്തിക്കുക. അങ്ങനെ നവംബർ മാസത്തിന്റെ ചൈതന്യത്തില് നമുക്ക് പ്രാർത്ഥിക്കാം ഒരു നല്ല മരണത്തിന് വേണ്ടി. എന്ന് ഞാൻ നാളെ ശുദ്ധീനാത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. മരിച്ചുപോയവരൊന്നും അവസാനിച്ചു പോയിട്ടൊന്നുമില്ല, അവര് വിശ്രമിക്കുകയാണ്. ലതം ശാന്തമായി വിശ്രമിക്കട്ടെ, അവർ ശാന്തമായിട്ട് വിശ്രമിക്കട്ടെ. അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, കുർബാനയിൽ പ്രാർത്ഥിക്കാം, ഒപ്പീസിൽ പ്രാർത്ഥിക്കാം. നമ്മുടെ ദാനധർമ്മങ്ങളും ത്യാഗപ്രവൃത്തികളും കുരിശിന്റെ വഴിയും കരുണക്കൊന്തയും ജപമാലയും ഒക്കെ യോഗം വെച്ച് അവരെ ശാന്തമായി വിശ്രമിക്കുമ്പോൾ അവർക്ക് വേണ്ടി സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. അവരെ ദൈവം വിശുദ്ധീകരിച്ച് അനുഗ്രഹിക്കട്ടെ. നമുക്കും നല്ലൊരു മരണത്തിന് വേണ്ടി ഒരുങ്ങാൻ പ്രാർത്ഥിക്കാം. ഈശോ അനുഗ്രഹിക്കട്ടെ. ആമേൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും
പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവ്യകാരുണ്യശോയെ, മരിച്ചുപോയ എല്ലാ പ്രിയപ്പെട്ടവരെയും അങ്ങേ തിരുസന്നിധിയിലേക്ക് ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഈ നവംബർ മാസത്തില് ജീവിച്ചിരിക്കുന്നവരായ ഞങ്ങളെ അവിടുന്ന് ഓർമ്മപ്പെടുത്തുന്ന നിത്യമായ സത്യങ്ങളെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അതിനനുസരിച്ച് ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും ഞങ്ങളുടെ പ്രിയപ്പെട്ട മക്കളെയും ആ വലിയ വിശ്വാസ സത്യങ്ങളില്, യഥാർത്ഥമായ നിത്യസത്യങ്ങളില് ഉറപ്പിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ തിരുസന്നിധിയിലേക്ക് നമ്മെ ഓരോരുത്തരെയും, നമ്മുടെ മക്കളെയും നമ്മുടെ കുടുംബത്തെയും കത്തോലിക്ക തിരുസഭയെയും എല്ലാ വൈദികരെയും സന്യസ്തരെയും നാനാജാതി മതസ്ഥരെയും നമുക്ക് സമർപ്പിക്കാം. മക്കളെ, എല്ലാ മക്കളും യേശുവിലൂടെ അല്ലാതെ രക്ഷപ്പെടില്ല, നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ഈ മാസം നമ്മൾ മരിച്ചവർക്ക് വേണ്ടി മാത്രമല്ല, ആത്മരക്ഷയ്ക്ക് വേണ്ടി എല്ലാവരെയും സമർപ്പിക്കണം. ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും ബുദ്ധിസ്റ്റുകളെയും ജൈനമതക്കാരെയും മറ്റെല്ലാ മതവിഭാഗത്തിൽപ്പെട്ടവരും നിരീശ്വരവാദികളും അറിവില്ലായ്മ കൊണ്ട് ദൈവത്തെ നിഷേധിക്കുന്നവരും ഈ ക്രിസ്ത്യാനികളായിട്ട് പോലും വിശ്വാസമില്ലാത്തവരും ലോകത്തിന് വേണ്ടി ജീവിക്കുന്നവരും നിലച്ച പറഞ്ഞില്ലേ, നരകത്തിന് വേണ്ടി ജീവിക്കുന്നവരുണ്ട്. കൊന്നും കൊല വിളിച്ചും നശിപ്പിച്ചും വ്യഭിചരിച്ചും പിശാചിനെ ആരാധിച്ചും അവനെ പ്രൊമോട്ട് ചെയ്തും അവനെ സിനിമകൾ ഇറക്കിയും ഒത്തിരിയേറെ നടന്മാര് പിശാചിന്റെ നരകത്തിന്റെ സന്തതികൾ, പാപത്തിലേക്ക് നയിക്കുന്ന മക്കൾ, ബാറുകൾ, മദ്യം വിൽക്കുന്ന ഗവൺമെന്റുകൾ, പിശാചിന്റെ ഏജന്റുകൾ, എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. മാനസാന്തരത്തിന്റെ അഭിഷേകം ഉണ്ടാവട്ടെ, ആത്മരക്ഷയ്ക്ക് വേണ്ടി ജീവിക്കട്ടെ. നരകത്തിന്റെ സന്തതികളായിട്ട് പിശാചിന്റെ ഭക്താക്കളായി ജീവിക്കുന്ന ആളുകളെ കൊണ്ട് ലോകം നിറഞ്ഞിരിക്കുന്നു. രാഷ്ട്രീയ അധികാരികൾ, നേതാക്കന്മാര്, സഭയെ പോലും ചില വൈദികർ അഭിഷിക്തർ, കർത്താവേ കരുണയായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്കൊരുമിച്ച് ജീവിച്ചിരിക്കുന്നവരെ സമർപ്പിക്കാം. അതോടൊപ്പം തന്നെ മരിച്ചുപോയ എല്ലാ പ്രിയപ്പെട്ടവരും ആത്മാക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കർത്താവിന്റെ കരുണയ്ക്കായി നമുക്ക് വിശുദ്ധ ജർത്രൂദിന്റെ പ്രാർത്ഥന ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നിത്യപിതാവേ, അങ്ങയുടെ ദിവ്യസുതനായ ഈശോ മിശിഹായുടെ ഏറ്റവും വിലയേറിയ തിരുരക്തം ഇന്ന് ലോകമെമ്പാടും അർപ്പിക്കപ്പെടുന്ന ദിവ്യബലികളോട് ചേർത്ത് ശുദ്ധീകരണ സ്ഥലത്തിലെ എല്ലാ വിശുദ്ധാത്മാക്കൾക്കായും എല്ലായിടത്തുമുള്ള പാപികൾക്കായും ആഗോള സഭയിലും എന്റെ ഭവനത്തിലും കുടുംബത്തിലുമുള്ള എല്ലാ പാപികൾക്കായും ഞാൻ സമർപ്പിക്കുന്നു. ഞങ്ങൾ ഒരുമിച്ച് സമർപ്പിക്കുന്നു. കർത്താവേ, അങ്ങയുടെ പരിശുദ്ധ രക്തത്തിന്റെ യോഗ്യതയാൽ, അങ്ങയുടെ കുരിശുമരണത്തിന്റെ ശക്തിയാൽ എല്ലാ പാപത്തിന്റെ മേഖലകള്, പൈശാചിക കൂടാരങ്ങള്, സാത്താന് വേണ്ടിയുള്ള വർഗങ്ങള്, സാത്താന്റെ നരകത്തിന്റെ സാമ്രാജ്യം കെട്ടിപ്പടുക്കുന്ന പൈശാചിക ശക്തികള് യേശുവിന്റെ നാമത്തില് നിർവീര്യമാക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ കുർബാനയിൽ നിന്ന് വലിയ ശക്തി പ്രവഹിപ്പിച്ചുകൊണ്ട് കർത്താവേ, മരണചിന്തയില്ലാതെ ജീവിക്കുന്ന എല്ലാ മക്കളുടെ മേലും, നിത്യതയെ മറന്ന് ജീവിക്കുന്ന, സ്വർഗത്തെ മറന്ന് ജീവിക്കുന്ന എല്ലാ മക്കളുടെ മേലും ദൈവിക ശക്തി പറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഇത് ഞങ്ങളെ അങ്ങ് ഓർമ്മപ്പെടുത്തി. ഞങ്ങൾക്കൊരു മരണമുണ്ട്. മരണം ഒരു ഉറക്കമാണ്. മരണത്തിന് ശേഷം ഒരു വിശ്രമത്തിന്റെ സമയമുണ്ട്. മുഴിയിൽ ഉറങ്ങുന്ന മക്കള് ഉണർന്നെഴുന്നേൽക്കും. മരണമൊരു കർത്താവ് ഒരു കടന്നുപോകലാണ്. ഞങ്ങൾ നിശ്ചയമായും മരിക്കും. ഇതെല്ലാം അങ്ങ് ഞങ്ങളെ ഓർമ്മപ്പെടുത്തിയല്ലോ. മരണം വരുമൊരു നാൾ, ഓർക്കുക മർത്യാദി, കൂടെ പോരുന്നിൻ ജീവിത ചെയ്തികളും എന്ന് പറഞ്ഞ് സൽകൃത്യങ്ങൾ ചെയ്യും മക്കളെ, അലസത കൂടാതെ എന്ന് പറഞ്ഞ് അങ്ങ് ഞങ്ങളെ ഉണർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വലിയൊരു ഉണർത്തുപാട്ട് ഇന്ന് നമ്മുടെ കുടുംബത്തില്, നമ്മുടെ വ്യക്തി ജീവിതത്തില് മനസ്സിൽ ഇങ്ങനെ ഉണരട്ടെ. മരണം വരുമൊരു നാൾ, ഓർക്കുക മർത്യാദി, കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. കർത്താവേ, ഈ ഒരു ഓർമ്മ സൽകൃത്യങ്ങളിലേക്ക്, വിശുദ്ധ ജീവിതത്തിലേക്ക്, അനുസരണത്തിലേക്ക്, സഹനത്തിലേക്ക് ഞങ്ങളെ, ഞങ്ങളുടെ മക്കളെ, ഞങ്ങളുടെ കുടുംബത്തെയും ലോകം മുഴുവനെയും ആനയിക്കുമല്ലോ. ഞങ്ങൾക്ക് ലഭിക്കാവുന്ന ഏറ്റവും വലിയ ഭാഗ്യം ഞങ്ങളോട് അങ്ങ് പറഞ്ഞില്ലേ, നല്ല മരണം. പ്രാർത്ഥിക്കും മക്കളെ, നല്ല മരണത്തിന് വേണ്ടി പ്രാർത്ഥിക്കും. ഈ സമയത്ത് നമ്മുടെ കുടുംബത്തിലെ വാർദ്ധക്യത്തിലായിരിക്കുന്ന മക്കളെ സമർപ്പിക്കാം. മരണാസന്നായി കിടക്കുന്ന മക്കളെ സമർപ്പിക്കാം. നാളുകളായിട്ട് കിടപ്പായിട്ടും
മരിക്കാത്ത വിധത്തിലുള്ള അവസ്ഥകൾ, തടസ്സങ്ങൾ നേരിടുന്ന നമ്മൾ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കണം. എല്ലാ മക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കാം. നല്ല മരണം എല്ലാ മക്കൾക്കും ലഭിക്കണം. അതിനുവേണ്ടി ഒരുങ്ങണം, അതിനുവേണ്ടി ജീവിക്കണം. ശരീരത്തിന്റെ ഉയർപ്പും നിത്യമായ ജീവിതവും മരണത്തിലൂടെയാണ് നമുക്ക് ലഭിക്കുന്നത്. അതിനു വേണ്ടി പ്രാർത്ഥിക്കാം മക്കളെ. വലിയ പ്രാർത്ഥനയോടെ കേട്ട എല്ലാ സന്ദേശങ്ങൾക്കും അനുസരിച്ച് സ്വർഗത്തിന്റെ ചിന്തയോടെ നല്ല മരണത്തിനു വേണ്ടി ജീവിക്കാൻ വലിയ കൃപയും പ്രകാശവും ദൈവിക ജ്ഞാനവും അറിവും ആ ഒരു വലിയ തോന്നലും ഓർമ്മപ്പെടുത്തലും മറക്കാതെ ജീവിക്കാൻ എല്ലാവർക്കും ഇടയാകണം. എല്ലാം വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഈശ്വരാശീർവാദം സ്വീകരിക്കാം മക്കളെ. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനുദേ മോചനമേകി സകലേശാ ദിവ്യ കടാക്ഷം തൂഗണമേ വത്സല സുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. വലിയ അഭിഷേകത്തിന് വേണ്ടി ദിവ്യവരങ്ങൾ ചിന്തി ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ലോകം മുഴുവനെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കരങ്ങൾ ഉയർത്തി അഭിഷേകം പ്രാപിക്കും മക്കളെ, സ്വീകരിക്കും മക്കളെ. ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മരണചിന്ത മറക്കാതെ മരണത്തോടെ അവസാനിക്കുന്ന ജീവിതമല്ലെന്നുള്ള സത്യം തിരിച്ചറിഞ്ഞ് ആത്മാക്കൾക്ക് വേണ്ടി, നിത്യജീവിതത്തിന് വേണ്ടി, അതും സ്വർഗത്തിൽ വസിക്കാൻ വേണ്ടി എല്ലാ മക്കളും ജീവിക്കട്ടെ. എല്ലാ ശുദ്ധീരാത്മാക്കളും ശുദ്ധീകരിക്കപ്പെട്ട സ്വർഗപ്രാപ്തിയിലേക്ക് അനയിക്കപ്പെടട്ടെ.